നീറ്റ് 2025 UG ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫെബ്രുവരി 7 മുതൽ സ്വീകരിച്ചു തുടങ്ങി. അവസാന തീയതി മാർച്ച് 7. ഓൺലൈൻ അപേക്ഷ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇനി പ്രധാന തീയതികൾ ശ്രദ്ധിക്കുക. അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുന്ന ദിവസം ഫെബ്രുവരി 7. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന ദിവസം മാർച്ച് 7. തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അത് അനുവദിക്കുന്ന ദിവസം മാർച്ച് 9 മുതൽ 11 വരെ. എക്സാം സെൻറ്റർ സിറ്റിയുടെ അറിയിപ്പ് ഏപ്രിൽ 26. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തു തുടങ്ങുന്ന ദിവസം മെയ് 1. പരീക്ഷാ തീയതി മെയ് 4. റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന ദിവസം ജൂൺ 14. പരീക്ഷ മെയ് 4 തീയതി ഉച്ചയ്ക്ക് 2 മുതൽ 5 മണി വരെയാണ്. 180 മിനിറ്റ് സമയം, അഥവാ 3 മണിക്കൂർ. പരീക്ഷയുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോ നിങ്ങളിൽ എത്തിക്കും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപേക്ഷ കൊടുത്ത ശേഷം തിരുത്തലുകൾ ആവശ്യമെങ്കിൽ മാർച്ച് 9 ശേഷം അതിന് അവസരമുണ്ട്. അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകളിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ NTA നിങ്ങളെ അറിയിക്കും. നിർദ്ദേശിക്കപ്പെടുന്ന അപാകതകൾ മാറ്റി വീണ്ടും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കുക, ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും കൃത്യമായി തെറ്റാതെ കൊടുക്കണം. അല്ലെങ്കിൽ NTA അയക്കുന്ന ഇമെയിലുകളോ മെസ്സേജുകളോ നിങ്ങളിൽ കൃത്യമായി ലഭിക്കില്ല. അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് കൃത്യമായി നിർദ്ദേശിക്കുന്ന സൈസിലും ഫോർമാറ്റിലും മുൻകൂറായി തയ്യാറാക്കി വെച്ചിട്ട് ഓൺലൈൻ ടേബിളിൽ പോകുന്നതായിരിക്കും ഉത്തമം. പലർക്കും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡിംഗ് ആണ് ബുദ്ധിമുട്ടായി വരുന്നത്. അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സിനെ പറ്റി നമുക്ക് നോക്കാം. 1. കാൻഡിഡേറ്റ് സിഗ്നേച്ചർ. 2. കാൻഡിഡേറ്റിൻ്റെ കയ്യിലെ 10 വിരലുകളുടെയും ഇംപ്രഷൻ. 3. പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഈ ഫോട്ടോ എടുക്കുമ്പം മുഖത്തിൻ്റെ 80% ദൃശ്യം വരത്തക്ക രീതിയിൽ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി 10th സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്. അടുത്തത് ID പ്രൂഫ്, ഏതെങ്കിലും അംഗീകൃത ID പ്രൂഫ്. ആധാർ കാർഡ് കൊടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പണ്ടെന്നോ എടുത്തതാണ് കുട്ടികളുടെ ആധാർ. അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയമായി. അത് അപ്ഡേറ്റ് ചെയ്ത് ലൈവായ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും മാത്രം കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. സമീപമുള്ള ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ മതി. അപ്പോൾ ഉടൻ തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്ത് കിട്ടും. റിസർവേഷൻ വിഭാഗത്തിലുള്ളവർ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ പുറകെ പറയാം. ഇനി എക്സാം ഫീയെ പറ്റി പറയാം. ജനറൽ കാറ്റഗറിക്ക് 1700 രൂപ. റിസർവേഷൻ കാറ്റഗറി 1600. SC ST PW വിഭാഗത്തിൽപ്പെട്ടവർക്ക് 1000. ഇന്ത്യക്ക് പുറത്ത് എക്സാം സെൻറ്റർ ആവശ്യമുള്ളവർ 9500. ഓൺലൈൻ അപേക്ഷയിൽ 3 ഫോൺ നമ്പറും 3 ഇമെയിൽ അഡ്രസ്സും ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ 2 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3ാമത്തേത് കമ്പൽസറി അല്ല. എന്നും ഉപയോഗിക്കുന്ന ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവിടെ നിന്നും അയക്കുന്ന എല്ലാ ഇമെയിലും മെസ്സേജുകളും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഓൺലൈൻ അപേക്ഷ എങ്ങനെ സമർപ്പിക്കുമെന്ന് നോക്കാം. ഓൺലൈൻ അപേക്ഷ 3 സ്റ്റെപ്പുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് 1 രജിസ്ട്രേഷൻ. NTAയുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ പോയി ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽസ് വായിച്ചു നോക്കി മനസ്സിലാക്കി പ്രൊസീഡ് ബട്ടൺ അമർത്തുക. നെക്സ്റ്റ് പേജിൽ തന്നിരിക്കുന്ന കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് ശ്രദ്ധാപൂർവം പൂരിപ്പിച്ച്
പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് സാധാരണ പോലെ തന്നെയാണ്. അപ്പർ കേസ്, ലോവർ കേസ്, ആൽഫബറ്റ്, ന്യൂമറിക്കൽ, സ്പെഷ്യൽ ക്യാരക്ടർ ഉൾപ്പെടുന്ന 8 മുതൽ 13 വരെ ക്യാരക്ടറുള്ള പാസ്വേഡ്. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൂടി പൂരിപ്പിച്ച് ക്യാപ്ചയും എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എവിടെയെങ്കിലും ശ്രദ്ധാപൂർവ്വം എഴുതി സൂക്ഷിക്കുക. ഇനിയുള്ള സമയങ്ങളിൽ പലപ്പോഴും അതിൻ്റെ ആവശ്യം വേണ്ടിവരും. ഇത്രയുമാകുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് അവസാനിച്ചു. വീണ്ടും ഹോം പേജിൽ ചെല്ലുക. ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് സ്റ്റെപ്പ് 2ലേക്ക് കടക്കുക. കാൻഡിഡേറ്റിൻ്റെ ബാക്കിയുള്ള വിശദാംശങ്ങൾ എൻ്റർ ചെയ്യുക. ഇതിൽ മീഡിയം ഓഫ് എക്സാമിനേഷൻ, എക്സാം സെൻറ്റർ, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡിംഗ് ഒക്കെ ഉൾപ്പെടും. ഇനി അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കാം. ഇവിടെയാണ് അല്പം ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിലും സൈസിലും മാത്രമേ അപ്ലോഡിംഗ് സാധ്യമാകൂ. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ. 10 KB മുതൽ 200 KB വരെ മാത്രമേ സൈസാകാവൂ. രണ്ടാമത്തത് റീസെൻറ്റ് പോസ്റ്റ് കാർഡ് ഫോട്ടോ. അതും 10 KB മുതൽ 200 KB വരെയാണ്. ഫോട്ടോകൾ മാസ്ക് ധരിക്കാതെ ചെവികൾ കാണത്തക്ക രീതിയിൽ 80% മുഖവും വ്യക്തമാകത്തക്ക രീതിയിൽ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കളർ ഫോട്ടോ ആയിരിക്കണം. അപ്ലോഡ് ചെയ്യുന്ന ഫോർമാറ്റ് PDF, JPEG, JPG ഇവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം. മൂന്നാമതായി അപ്ലോഡ് ചെയ്യേണ്ടത് 2 കൈകളിലെയും 10 വിരലുകളുടെയും ഇംപ്രഷനാണ്. 10 KB മുതൽ 200 KB വരെയാണ് സൈസ്. നാലാമതായി കാൻഡിഡേറ്റ് സിഗ്നേച്ചർ. അതിൻ്റെ സ്കാൻഡ് കോപ്പിയാണ്. 10 KB മുതൽ 50 KB വരെയാണ് സൈസ്. അഞ്ചാമതായി കാറ്റഗറി സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻഡ് കോപ്പി. 50 KB മുതൽ 300 KB വരെയാകാം സൈസ്. ആറാമതായി സ്കാൻഡ് കോപ്പി ഓഫ് 10th സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്. 50 KB മുതൽ 300 KB വരെയാകാം. ഏഴാമതായി സ്കാൻഡ് കോപ്പി ഓഫ് പ്രസൻറ്റ് ആൻഡ് പെർമനൻറ്റ് അഡ്രസ്. 50 KB മുതൽ 300 KB വരെ. രണ്ടും കൂടി ഒന്നിച്ച് ഒറ്റ PDF ഫയൽ ആയി അയക്കുക. രണ്ടും ഒരേ അഡ്രസ്സ് ആണെങ്കിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാകും. ഇനിയുള്ളത് വിദേശത്തുള്ളവർ NRI, OCI, ഫോറിൻ സർട്ടിഫിക്കറ്റ് പോലെയുള്ള ഡോക്യുമെൻറ്റ് സർട്ടിഫിക്കറ്റ്. 50 KB മുതൽ 300 KB വരെയാണ് സൈസ്. അതുപോലെ തന്നെ PWBD വിഭാഗത്തിൽപ്പെട്ടവർ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പിന്നെ മറ്റ് റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ സ്ക്രൈബ് ഉള്ളവരുള്ള സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം ഉള്ളവർ, ആവശ്യമുള്ളവർ അത് അതാത് സൈസിൽ അപ്ലോഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്ലോഡ് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 3ലേക്ക് പോകാം. സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം പൂർത്തിയായവർക്ക് പേയ്മെൻറ്റ് സെഷനാണ് സ്റ്റെപ്പ് 3. ഓൺലൈനായി മാത്രമേ ഫീസ് അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI എന്നീ പതിവ് രീതികൾ തന്നെയാണ് പൈസ അടയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഫീസ് അടച്ചു കഴിഞ്ഞാൽ കൺഫർമേഷൻ പേജ് ജനറേറ്റ് ചെയ്യും. കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുന്നതോടെ നിങ്ങളുടെ ഓൺലൈൻ അപേക്ഷ സമർപ്പണം അവസാനിച്ചു. പരീക്ഷയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അടങ്ങിയ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.